ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരൂസ് എഡു ടിപ്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. 2024 PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും പിന്നെ തൊഴിൽ വാർത്ത, പത്രവാർത്തകൾ, PSC ബുള്ളറ്റിൻ തുടങ്ങിയവയിൽ നിന്ന് എടുത്തിട്ടുള്ളതുമായ പ്രധാന കറണ്ട് അഫയേഴ്സ് ആണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ലോകത്തിൽ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത്? ചൈന. ലോകത്തിൽ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത്? ചൈന. ഭരണഘടനയുടെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ഏതൊക്കെ ഭാഷകളിൽ തയ്യാറാക്കിയ ഭരണഘടനാ പരിഭാഷാ പതിപ്പുകളാണ് പുറത്തിറക്കിയത്? സംസ്കൃതം, മൈഥിലി. ഭരണഘടനയുടെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ഏതൊക്കെ ഭാഷകളിൽ തയ്യാറാക്കിയ ഭരണഘടനാ പരിഭാഷാ പതിപ്പുകളാണ് പുറത്തിറക്കിയത്? സംസ്കൃതം, മൈഥിലി. ബ്രിട്ടനിലെ ചാൾസ് മൂന്നാമൻ രാജാവിൻ്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായ മലയാളി ആര്? മുന ഷംസുദ്ദീൻ. ബ്രിട്ടനിലെ ചാൾസ് മൂന്നാമൻ രാജാവിൻ്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായ മലയാളി ആര്? മുന ഷംസുദ്ദീൻ. ഇന്ത്യയുടെ എത്രാമത് ചീഫ് ജസ്റ്റിസായാണ് സഞ്ജീവ് ഖന്ന ചുമതലയേറ്റത്? 51ാമത്. ഇന്ത്യയുടെ എത്രാമത് ചീഫ് ജസ്റ്റിസായാണ് സഞ്ജീവ് ഖന്ന ചുമതലയേറ്റത്? 51. ചൈന പുറത്തിറക്കിയ ഏറ്റവും വേഗമുള്ള ഹ്യൂമറോയിഡ് റോബോട്ടിൻ്റെ പേര്? സ്റ്റാർ 1. ചൈന പുറത്തിറക്കിയ ഏറ്റവും വേഗമുള്ള ഹ്യൂമറോയിഡ് റോബോട്ടിൻ്റെ പേരാണ് സ്റ്റാർ 1. സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ കേരള ജ്യോതി പുരസ്കാരം ഇത്തവണ നേടിയത്? MK സാനു. സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ കേരള ജ്യോതി പുരസ്കാരം ഇത്തവണ നേടിയത്? MK സാനു. കേരളപ്രഭ പുരസ്കാരം കിട്ടിയത്? S സോമനാഥ്, ശാസ്ത്ര സാങ്കേതികം. കേരളപ്രഭ കിട്ടിയത് S സോമനാഥ്, ശാസ്ത്ര സാങ്കേതികം. ഭുവനേശ്വരി, കാർഷിക മേഖല. ഭുവനേശ്വരി, കാർഷിക മേഖല. കേരളശ്രീ, കലാമണ്ഡലം വിമല മേനോൻ. കലയ്ക്കാണ് കിട്ടിയത്. കേരളശ്രീ, കലാമണ്ഡലം വിമല മേനോൻ. കല. ഡോക്ടർ TK ജയകുമാർ, ആരോഗ്യം. ഡോക്ടർ TK ജയകുമാർ, ആരോഗ്യം. നാരായണ ഭട്ടതിരി, കാലിഗ്രാഫ്. നാരായണ ഭട്ടതിരി, കാലിഗ്രാഫ്. സഞ്ജു സാംസൺ, കായികം. സഞ്ജു സാംസൺ, കായികം. ഷൈജ ബേബി, സാമൂഹിക സേവനം. ഷൈജ ബേബി, സാമൂഹിക സേവനം. VK മാത്യൂസ്, വ്യവസായ വാണിജ്യം. VK മാത്യൂസ്, വ്യവസായ വാണിജ്യം. സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായതാര്? പ്രണവ് ജ്യോതിനാഥ്. സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായതാര്? പ്രണവ് ജ്യോതിനാഥ്. 2024 ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം? 176. 2024 ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം? 176. ലോകാരോഗ്യ സംഘടന ഈയിടെ മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം? ഈജിപ്റ്റ്. ലോകാരോഗ്യ സംഘടന ഈയിടെ മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം? ഈജിപ്റ്റ്. 2024 രാജ്യത്തെ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ടത്? SBI. 2024 രാജ്യത്തെ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ടത്? SBI. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണർ? സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണർ? സഞ്ജയ് മൽഹോത്ര. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്? ഷാജി N കരുൺ. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്? ഷാജി N കരുൺ. 2024 ബുക്കർ പുരസ്കാരം നേടിയ ബ്രിട്ടീഷ് എഴുത്തുകാരി? സാമന്തെ ഹാർവി. 2024 ബുക്കർ പുരസ്കാരം നേടിയ ബ്രിട്ടീഷ് എഴുത്തുകാരി? സാമന്തെ ഹാർവി. ഓർബിറ്റൽ എന്ന സയൻസ് ഫിക്ഷൻ നോവലിനാണ് പുരസ്കാരം? സാമന്തെ ഹാർവിക്ക് ഓർബിറ്റൽ എന്ന സയൻസ് ഫിക്ഷൻ നോവലിനാണ് പുരസ്കാരം കിട്ടിയത്. സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള IV ദാസ് പുരസ്കാര ജേതാവ്? പ്രൊഫസർ M
ലീലാവതി. 5 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള IV ദാസ് പുരസ്കാര ജേതാവ് പ്രൊഫസർ എം. ലീലാവതി. 2020-ൽ തുടർച്ചയായി 2 സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ സഞ്ജു സാംസൺ. 2020-ൽ തുടർച്ചയായി 2 സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ സഞ്ജു സാംസൺ. ഏത് വൈറസ് മൂലമാണ് മുണ്ടിനീര് പകരുന്നത്? പാരാമിക്സോ വൈറസ്. ഏത് വൈറസ് മൂലമാണ് മുണ്ടിനീര് പകരുന്നത്? പാരാമിക്സോ വൈറസ്. വനിതാ ടെന്നീസ് അസോസിയേഷൻ ഗവേണിംഗ് ബോഡി 2024-ലെ മികച്ച വനിതാ ടെന്നീസ് താരമായി തെരഞ്ഞെടുത്തത് ആരെയാണ്? ആര്യാന സബലേങ്ക. വനിതാ ടെന്നീസ് അസോസിയേഷൻ ഗവേണിംഗ് ബോഡി 2024-ലെ മികച്ച വനിതാ ടെന്നീസ് താരമായി തെരഞ്ഞെടുത്തത് ആരെയാണ്? ആര്യാന സബലേങ്ക. 2024-ലെ വയലാർ അവാർഡ് അശോകൻ ചരുവിൽ. കൃതി കാട്ടൂർ കടവ്. 2024-ലെ വയലാർ അവാർഡ് കിട്ടിയത് അശോകൻ ചരുവിൽ. കൃതി കാട്ടൂർ കടവ്. ഇനി 2023-ലെ വയലാർ അവാർഡ് കിട്ടിയത് ശ്രീകുമാരൻ തമ്പി. കൃതി ജീവിതമൊരു പെണ്ടുലം. 2023-ലെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പി ജീവിതമൊരു പെണ്ടുലം. 1977 മുതലാണ് വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങിയത്. ആദ്യമായി കിട്ടിയത് ലളിതാംബിക അന്തർജനം. 1977-ൽ ആദ്യമായി കിട്ടിയത് ലളിതാംബിക അന്തർജനം അഗ്നിസാക്ഷി എന്ന കൃതിക്ക്. ലളിതാംബിക അന്തർജനം അഗ്നിസാക്ഷി. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ICC പുതിയ അധ്യക്ഷൻ ജയ് ഷാ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ അധ്യക്ഷൻ ജയ് ഷാ. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ AI റിസപ്ഷനിസ്റ്റിൻ്റെ പേര് കെല്ലി. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ AI റിസപ്ഷനിസ്റ്റിൻ്റെ പേര് കെല്ലി. ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. US-ൻ്റെ എത്രാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്? 47-ാമത്. US-ൻ്റെ എത്രാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്? 47-ാമത്. എത്രാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് 2024-ൽ കഥാകൃത്തും നോവലിസ്റ്റുമായ NS മാധവന് ലഭിച്ചത്? 32-ാമത്തെ. എത്രാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് 2024-ൽ കഥാകൃത്തും നോവലിസ്റ്റുമായ NS മാധവന് ലഭിച്ചത്? 32. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷണ വിക്ഷേപണം നടത്തിയത് എന്നാണ്? 2024 നവംബർ 16-ന്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷണ വിക്ഷേപണം നടത്തിയത് എന്നാണ്? 2024 നവംബർ 16-ന്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അധ്യക്ഷൻ ഉപഭോക്തൃകാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അധ്യക്ഷൻ ഉപഭോക്തൃകാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. 2022-ലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാം? 1. സമ്പർക്കകാന്തി. 2. മിണ്ടാപ്രാണി. 3. മുഴക്കം. 4. നിരീശ്വരൻ. ആൻസർ 1ഉം 3ഉം. സമ്പർക്കകാന്തിയും മുഴക്കവും. 2022-ലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികളാണ് സമ്പർക്കകാന്തി, മുഴക്കം. 2028-ലെ സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം ലോസ് ഏഞ്ചൽസ്. 2028-ലെ സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം ലോസ് ഏഞ്ചൽസ്. 2024-ൽ പ്രഖ്യാപിച്ച 70-ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏത്? ആട്ടം. 2024-ൽ പ്രഖ്യാപിച്ച 70-ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏത്? ആട്ടം. ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് വിമാനത്താവളമാണ്? കൊച്ചി. ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് വിമാനത്താവളമാണ്?
കൊച്ചി. ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ആരാണ്? ശ്രീ ഹർദീപ് സിംഗ് പുരി. ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ആരാണ്? ശ്രീ ഹർദീപ് സിംഗ് പുരി. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്രാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു? 18ാമത്തെ തിരഞ്ഞെടുപ്പായിരുന്നു. 2024 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് എത്രാമത്തെ തിരഞ്ഞെടുപ്പ് ആയിരുന്നു? 18ാമത്തെ. കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം. കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം. 2022-23 ആർദ്ര കേരളം പുരസ്കാരങ്ങളിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? പേരാമ്പ്ര. 2022-23 ആർദ്ര കേരളം പുരസ്കാരങ്ങളിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? പേരാമ്പ്ര. 2024 മെൽബൺ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? പാർവതി തിരുവോത്ത്. 2024 മെൽബൺ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? പാർവതി തിരുവോത്ത്. മധ്യപ്രദേശ് സർക്കാരിൻ്റെ 2023 ലതാ മങ്കേഷ്കർ അവാർഡ് നേടിയതാര്? KS ചിത്ര. മധ്യപ്രദേശ് സർക്കാരിൻ്റെ 2023 ലതാ മങ്കേഷ്കർ അവാർഡ് നേടിയതാര്? KS ചിത്ര. കേരളത്തിൻ്റെ എത്രാമത്തെ ചീഫ് സെക്രട്ടറിയായാണ് ശാരദാ മുരളീധരൻ നിയമിതയായത്? 49. കേരളത്തിൻ്റെ എത്രാമത്തെ ചീഫ് സെക്രട്ടറിയായാണ് ശാരദാ മുരളീധരൻ നിയമിതയായത്? 49. പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേര്? ശ്രീ വിജയപുരം. പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേരാണ് ശ്രീ വിജയപുരം. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്? ഇരവികുളം. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്? ഇരവികുളം. രാജ്യത്തെ ആദ്യ വന്ദേ മെട്രോ ട്രെയിൻ നമോ ഭാരത് റാപ്പിഡ് റെയിൽ സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ഗുജറാത്ത്. രാജ്യത്തെ ആദ്യ വന്ദേ മെട്രോ ട്രെയിൻ നമോ ഭാരത് റാപ്പിഡ് റെയിൽ സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ഗുജറാത്ത്. കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏത്? വിദ്യാ വാഹൻ. കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏത്? വിദ്യാ വാഹൻ. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത്? വയനാട്. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത്? വയനാട്. കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? 1056. കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1056. COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു? വൈറസ്. COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു? വൈറസ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? 2023 ജൂലൈ 14. കേരള ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏത്? സാരഥി. കേരള ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയറാണ് സാരഥി. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി? സി ബാലകൃഷ്ണൻ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് സി ബാലകൃഷ്ണൻ. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്.
2023 IPL-ൽ IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്റ്റ് പ്ലെയർ ആയത് ആരാണ്? തുഷാർ ദേശ് പാണ്ഡെ. 2023 IPL-ൽ IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്റ്റ് പ്ലെയർ ആയത് ആരാണ്? തുഷാർ ദേശ് പാണ്ഡെ. ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത് ആര്? വി. മധുസൂദനൻ നായർ. ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത് ആര്? വി. മധുസൂദനൻ നായർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര മെഡൽ നേടിയ ഇനം ഏത്? ജാവലിൻ. 2024 പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര മെഡൽ നേടിയ ഇനം ഏത്? ജാവലിൻ. കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുകർ ജംദാർ. കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുകർ ജംദാർ. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം 40. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം 40. ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻ്റായി രേഖപ്പെടുത്തണം. താങ്ക് യു.